വേദിയിലിരിക്കുന്ന ഓരോ വ്യക്തികളും ഓരോ സ്ഥാനം അലങ്കരിക്കുന്നവരാണ്. അവരെ എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ സദസ്സിലുള്ള എല്ലാവർക്കും സുസ്വാഗതം. അടുത്തതായി നമുക്ക് അധ്യക്ഷയുടെ വാക്കുകൾ കേൾക്കാം. വന്ദേ മാതരം. വന്ദേ മാതരം. അധ്യക്ഷന്റെ പ്രത്യേക കാര്യങ്ങളൊന്നും പറയാൻ ഇപ്പോൾ ഇല്ല. പക്ഷെ എന്നാലും ഈ മീറ്റിങ്ങിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. നമുക്ക് 8 പുതിയ അംഗങ്ങളെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. പിന്നെ നിങ്ങളെല്ലാവരും ഇതോടെ ഇന്ന് പ്രപഞ്ച ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന മാലിന്യ വിഷത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നാം നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അറിഞ്ഞോ ശ്രദ്ധിക്കായോ എന്ത് കാരണം എന്നറിയില്ല. കാരണം എന്തായാലും കാര്യം ഒരു ആഗോള തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന സത്യം ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാം എന്ന്. ഈ വിഷയത്തിൽ ഇതെന്താണ് കാരണം? മാലിന്യ വിഷം എന്നതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട്. സ്വാഭാവികമായിട്ടും തെറ്റുകളും വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. നമ്മൾ മറ്റു പലരെയും കുറ്റപ്പെടുത്തും. തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യാസം വന്നിട്ടില്ല. എങ്കിലും നമുക്കൊരു പങ്കുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. വാസ്തവം പറയാച്ചാൽ ഈ പ്രകൃതിയെ ദ്രോഹിക്കുന്നതും നശിപ്പിക്കുന്നതും മനുഷ്യൻ മാത്രമാണ്. മറ്റൊരു ജീവിയും പ്രകൃതിയെ ഉപദ്രവിക്കുന്നില്ല. അവർക്ക് അനുവദിച്ച രീതിയിലുള്ള ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കും. അത്രയുള്ളൂ. നമ്മളങ്ങനെ കടന്നു കയറി ആക്രമിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കാൻ ഉള്ളതുപോലെ ക്യാമറ പകർത്തിയ ചിത്രങ്ങളോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. തുടങ്ങാം അല്ലേ? നമുക്കൊരു തുടക്കം കുറിച്ച് നോക്കാം. നമുക്ക് തുടങ്ങാം, നമുക്ക് കേൾക്കാം, നമുക്ക് ചിന്തിക്കാം, പ്രവർത്തിക്കാൻ കഴിയുന്നിടത്തോളം പ്രവർത്തിക്കാം. ശ്രീ എം സേതുമാധവൻ. സേതു സാറിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല. നമ്മുടെ കണികയുടെ സന്നദ്ധ സഹചാരിയും അഭ്യുദയകാംക്ഷിയുമാണ് അദ്ദേഹം. ഫെഡറൽ ബാങ്കിൽ നിന്ന് 40 വർഷത്തെ സേവനത്തിന് ശേഷം കാലിക്കറ്റിൽ റീജിയണൽ ഹെഡായി വിരമിച്ചു. പിന്നീട് യോഗക്ഷേമ ഗ്രൂപ്പിന്റെ ചീഫ് ജനറൽ മാനേജറായി സേവനമനുഷ്ഠിച്ചു. പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ഫോറത്തിൽ ട്രെയിനറായും ഉപദേശകനായും സേവനമനുഷ്ഠിക്കുന്നു. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സംഘടനകളിലും പരിശീലനവും കൗൺസിലിംഗും ചെയ്തു കൊടുക്കുന്നുണ്ട്. കണികയ്ക്ക് വേണ്ടി തന്നെ പല ഗവൺമെന്റ് സ്കൂളുകളിലും കൗൺസിലിംഗ് ചെയ്യാറുണ്ടായിരുന്നു. സേതു സാറിനെ ക്ഷണിക്കുന്നു. നമസ്തേ. നമുക്ക് നമ്മുടെ നാട്, നമ്മുടെ വീട് നമുക്ക് നേരെയാക്കാൻ പറ്റുമോ? നമുക്കതിനുള്ള അധികാരമുണ്ടോ? നമ്മൾ അതിന് ശ്രമിക്കുന്നുണ്ടോ? എത്ര പേർക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ സഹോദരിമാരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ മനോഹരമായ കേരളത്തിനെ കുറിച്ച് എന്തറിയാം? 44-ലധികം പുഴകളുണ്ട്, 30% കാടുകളുണ്ട്, തോടുകളും അരുവികളും വേണ്ടതിലധികമുള്ള
മോഹത്തോടുകൂടി അല്ലെങ്കിൽ ആത്മാഭിമാനത്തോടുകൂടി പറഞ്ഞ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞിരുന്ന കേരളം ഇന്ന് എങ്ങനെയാണ്? ഇതാരാണ് ഇങ്ങനെ ആക്കിയത്? ആരാണ് ഇതിന് പ്രവർത്തിച്ചത്? ഏകദേശം 38,000 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു നാട് ഞാൻ കമ്പയർ ചെയ്യില്ല, പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പറയേണ്ടത് ആവശ്യമുണ്ട്. സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തിനെക്കാട്ടിലും വലുതാണ് കേരളം. ഭൂമിയുടെ വലിപ്പത്തിലും നീളത്തിലും. പക്ഷെ സ്വിറ്റ്സർലൻഡ് എവിടെ കിടക്കുന്നു, നമ്മൾ എവിടെ കിടക്കുന്നു? ലോകത്തിലെ ആദ്യത്തെ 3 നല്ല രാജ്യങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയം കൂടാതെ ലോക ജനത മുഴുവൻ പറയും ഞങ്ങൾക്ക് താമസിക്കാൻ കഴിയുമെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ പോയി ജീവിക്കണം. എന്താണ് കാരണം? അവിടേക്കുള്ള ഏറ്റവും നല്ല പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസം, പ്രകൃതി സംരക്ഷണം, ഈ 3 കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. നമുക്ക് കാണാം പല കാര്യങ്ങളിൽ നമ്മൾ ചങ്കൂറ്റത്തോടെ കൂടെ പറയും കേരളം 1-ാം നമ്പറാണ്. സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല. തീർച്ചയായും. പക്ഷേ ഇതിന് പരിഹാരം കാണേണ്ടവർ കാണുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു ഇതിന് പരിഹാരം കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ എന്ത് ചെയ്തു? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെയാണ് ഇതുമാതിരിയുള്ള മീറ്റിങ്ങുകളുടെ പ്രധാനം. കാരണം ഒരുമിച്ച് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, പറ്റിയെന്ന് വരില്ല. പക്ഷേ കൂട്ടായ തീരുമാനമെടുക്കുകയാണെങ്കിൽ ഒരുമിച്ച് ചിന്തിച്ചുകൊണ്ട് ഈ വക കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും സമ്പാദിക്കാൻ പറ്റും. നമുക്ക് അതിലേക്ക് നമ്മളുടെ ദർശനം നൽകാൻ പറ്റും. കൂടുതൽ വ്യാപ്തിയോടുകൂടി ആ പ്രശ്നങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമുക്ക് ഈ പരിസ്ഥിതി മലിനീകരണത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ കഴിയും. ഞാൻ തുടക്കത്തിൽ പറയുന്നു, നല്ലൊരു സബ്ജക്റ്റ് നമ്മൾ എടുത്തു. ഇത് എന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് മാതിരി അത് കേട്ട് അത് മറന്നു കളയാനുള്ളതല്ല. ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങളുടെ ഓരോ മാസത്തെ മീറ്റിങ്ങുകളിൽ പറയണം. ഓരോ മാസവും നിങ്ങൾ തീരുമാനിക്കേണ്ടത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ചെയ്തതിൽ നിന്നും 1%, ഞാൻ പറയുന്ന 1% കുറയ്ക്കാൻ പറ്റും. ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമുക്കൊരു ഡിസ്കഷനിലേക്ക് വരാൻ പറ്റിയത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. അതിന് എല്ലാവരെയും മിനി മുരിങ്ങത്തേരി, തൃശൂർ സ്വദേശിയായ ശ്രീമതി മിനി വിമൻ സ്റ്റഡീസ്, പബ്ലിക് റിലേഷൻ ആൻഡ് ജേർണലിസം എന്നീ വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ നേടിയതാണ്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്നീ ന്യൂസ് പേപ്പറിൽ 25 കൊല്ലത്തെ പ്രവൃത്തി പരിചയത്തിന് ശേഷം ഇപ്പോൾ ദ ഹിന്ദു ഇന്ത്യ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റായി വർക്ക് ചെയ്യുന്നു. അവർ എൻവയൺമെൻറ്റ്, വിമൻ ആൻഡ് ചിൽഡ്രൻ റൈറ്റ്സ്, പൊളിറ്റിക്സ് എന്നീ വിഷയങ്ങളുടെ ലേഖനങ്ങൾ പ്രത്യേക ശ്രദ്ധ നേടാറുണ്ട്. മിനിമം സൈഡിലാണ്, മറ്റൊന്ന് പോകുന്നതാ സിറ്റിയുടെ നടുവിലാണ്. നമ്മളുടെ ഈ കൂട്ടി നമ്മുടെ ശക്തിധരൻ സ്റ്റാൻഡ്, ഈ ഇതിൽ കൂട്ടിയിട്ടുള്ള ആ ശക്തിധരൻ സ്റ്റാൻഡ് വേസ്റ്റ്, ശക്തി നഗറിലെ ആ വേസ്റ്റ് കൂട്ടിയിട്ടുള്ള
ലൈനിന്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഒന്നാണെന്ന് നടക്കാൻ പറ്റുമോ? ഈച്ച ശല്യം എന്താ? ഇതൊക്കെ തന്നെയല്ലേ ഈ അസുഖങ്ങളും ഇതുകളിലേക്ക് പ്രധാന കാരണമായിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ പ്ലാസ്റ്റിക് യൂസുകൾ മാക്സിമം കുറയ്ക്കാൻ നോക്കാം. അടുത്തത് വേസ്റ്റ്. നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അത് കോർപ്പറേഷനോ കുടുംബശ്രീയിലെ ചേച്ചിമാരോ വന്ന് കൊണ്ടുപോകുമെന്ന് വിചാരിച്ച് തള്ളരുത്. അത് എല്ലാ കാലത്തും എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റിന്റെ പരിപൂർണ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. ഒരു മുതിർന്ന മാധ്യമപ്രവർത്തനായ ശ്രീ MP സുരേന്ദ്രൻ മാതൃഭൂമിയുടെ സീനിയർ ഡെപ്യൂട്ടി എഡിറ്ററും പിന്നീട് മാതൃഭൂമി ന്യൂസ് ചാനലിന്റെ പ്രോഗ്രാം ഹെഡുമായിരുന്നു. തൃശ്ശൂരിലെ പല സാംസ്കാരിക സംഘടനകളുടെയും ചെയർമാനായ അദ്ദേഹം നല്ലൊരു എഴുത്തുകാരൻ കൂടിയാണ്. ചരിത്രം, സാംസ്കാരികം, ഫുട്ബോൾ, പൊളിറ്റിക്സ് എന്നിവയെ ആധാരമാക്കി 12 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പെരിയാർ പഠനത്തിന് സെന്റർ ഫോർ എൻവയൺമെന്റ് ഫെലോഷിപ്പും നില പഠനത്തിന് യുനെസ്കോയുടെ ഫെലോഷിപ്പും ലഭിച്ചിട്ടുണ്ട്. നല്ലൊരു പ്രാസംഗികൻ കൂടിയായ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. നമ്മൾ ജീവിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് മാത്രമാണ് മലയാളികളുടെ ഒരു പ്രശ്നം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ പറയാൻ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നഗരങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വ്യക്തമായി അവരൊരു വലിയ ഒരു പൊള്യൂഷൻ പൂർണ്ണമായിട്ടും അതിനെ എല്ലാതരം മാലിന്യങ്ങളും ട്രീറ്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്കുള്ള എല്ലാതരം വസ്തുതകളും സെലക്ട് ചെയ്യാൻ വേണ്ടി നഗരത്തിൻ്റെ 28 കേന്ദ്രങ്ങളിലായിട്ട് അവർക്ക് സബ് പ്ലാന്റുകളുണ്ട്. അതെന്ന് വെച്ചാൽ ശരിയായിട്ടുള്ള ഖരമാലിന്യങ്ങൾ കളക്ട് ചെയ്തെത്തിക്കാനുള്ളത്. പിന്നീട് ഈ കളക്ട് ചെയ്ത് എത്തിച്ചത് മുഴുവൻ ട്രീറ്റ് ചെയ്ത് ആ വെള്ളം തന്നെ വീണ്ടും നഗരത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളിലേക്കും എല്ലാ സ്ഥലങ്ങളിലേക്കും അത് വിതരണം ചെയ്യാണ്. ലോകത്ത് വളരെ അപൂർവമായിട്ടൊരു നഗരത്തിൽ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ട്. അത് ഇൻഡോർ നഗരമാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യുന്നത്. ലോകത്തെ മറ്റെല്ലാ നഗരങ്ങളിലും അത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്, മനുഷ്യൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ടൗണാണ് കേപ്പ് ടൗൺ. ഞാൻ ഈ കേപ്പ് ടൗൺ പോയപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് സമുദ്രവും ഒരുമിച്ച് ചേരുന്ന സ്ഥലമാണ് ഈ കേപ്പ് ടൗണിൻ്റെ അങ്ങേയറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്നത് എല്ലാവരും അറിയാം. പക്ഷേ ഈ കേപ്പ് ടൗണിൽ വെള്ളമില്ല, ശുദ്ധജലമില്ല. അവരുടെ ശുദ്ധജലമായിട്ട് കൊണ്ടുവരുന്ന എല്ലാ പൈപ്പ് ലൈനുകളിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോളിഫോം ബാക്ടീരിയകളും മറ്റനേകം അതിൻ്റെ ഉള്ളിലെ മാലിന്യങ്ങളും അടിഞ്ഞുകൂടി ആ വെള്ളം കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അവിടുത്തെ നഗരത്തിൻ്റെ ആളുകൾ വെള്ളം കുടിക്കുന്നത് സംബന്ധിച്ച് അതുപോലെ വെള്ളം ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് അവർ കൃത്യമായിട്ട് അവർ ഒരു വലിയ ഒരു ടേബിൾ ഉണ്ടാക്കി. ഈ ടേബിൾ അവർ വിതരണം ചെയ്യുക മാത്രമല്ല, ഈ ടേബിൾ ഓരോ വീട്ടിലും ഓരോ വ്യക്തിക്കും എത്തിക്കുക മാത്രമല്ല, അവരുടെ ഉത്തരവാദിത്തം കൂടി അവർ ഓർമ്മിച്ചു. കേപ്പ് ടൗൺ നഗരം പോയപ്പോൾ ഞാൻ അനുഭവപ്പെട്ടു പോയി. നിങ്ങൾക്കൊരു കടലാസ് റോഡിൽ കാണാൻ പറ്റില്ല. കാരണം എന്താ? ആ റോഡ് നോക്കുന്നത് ആ റോഡിൻ്റെ അങ്ങേയറ്റത്തോ ഇങ്ങേയറ്റത്തുള്ള വീട്ടുകാരാണ്. ആ റോഡിന് വേറെ ഒരു കസ്റ്റോഡിയനും ഇല്ല. ആ റോഡ് നോക്കുന്നതും ആ റോഡിൽ മാലിന്യങ്ങൾ വരുന്നുണ്ടോ നോക്കുന്നതും ആ റോഡ് അടിച്ചു വാരുന്നതും അവിടെയുള്ള കളകൾ പൊളിച്ച് പറയുന്നതും റോഡിന് എന്തെങ്കിലും കുഴി മറ്റൊക്കെ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ആ കുഴി എല്ലാം തോക്കുന്നതും പിന്നെ ടാറ് പോയിട്ടുണ്ടെങ്കിൽ ആ ടാറ് ഒരുക്കി അവിടെ ചേർന്ന് നിക്ഷേപിക്കുന്നതുമൊക്കെ ആ 100 മീറ്റർ റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ജനങ്ങളാണ്. അവിടെ ഞാൻ പോയപ്പോൾ കണ്ട രണ്ടാമത്തെ പ്രത്യേകത, എല്ലാ വീടുകളിലും അവിടുത്തെ എല്ലാ വീടുകളിലും അവിടെ പ്ലാസ്റ്റിക് ഏതാണ്ട് നിരോധിച്ചപ്പെട്ടാണ്. അവിടെ ഒരു പ്ലാസ്റ്റിക് അവർ കൊടുത്തിട്ടുണ്ട്, വളരെ ഗ്രേഡുള്ള ഒരു പ്ലാസ്റ്റിക് അവർ കൊടുത്തിട്ടുണ്ട്. ആ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ എന്ത് സാധനം മേടിക്കണമെങ്കിൽ അത് ഉപയോഗിക്കും. വേറെ പ്ലാസ്റ്റിക് അവിടെ അനുവദനീയമല്ല. പക്ഷെ അങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പ്ലാസ്റ്റിക് നമ്മൾ വളരെ കൃത്യമായിട്ട് അത് അവിടുത്തെ നഗരസഭയെ അറിയിക്കണം. ഞങ്ങൾ ഇന്ന പ്ലാസ്റ്റിക് ഉണ്ട്, നഗരസഭ ഇത് എടുക്കില്ല. നഗരസഭ അതിന് പകരം എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർ ആ പ്ലാസ്റ്റിക് എല്ലാം കൂടി കളക്ട് ചെയ്യുമ്പോൾ അവർ എല്ലാവർക്കും ഒരു പെനാൽറ്റി വിധിക്കും. ആ പെനാൽറ്റി വിധിച്ചു കഴിഞ്ഞാൽ പിന്നീട് 2 കൊല്ലത്തേക്ക് അവിടെ യാതൊരു വിധത്തിൽ ആ വീട്ടിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം അവിടെ വന്നിരിക്കണമെന്ന് വെച്ചാൽ അവരുടെ എല്ലാവരോടും അവരുടെ വീടുകളിലും പുറത്തുള്ള സ്ഥലങ്ങളിലും അവരുടെ എഞ്ചിനീയർമാരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മരങ്ങൾ നടാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അവിടെ കഴിഞ്ഞ
ഒരു 10 വർഷത്തിനുള്ളിൽ ഏകദേശം 1 കോടി മരങ്ങൾ അവിടെ നടുകയും 1 കോടി മരങ്ങൾ നട്ട മരങ്ങൾ മോണിറ്റർ ചെയ്യുകയും ചെയ്യും. അതാണ് നട്ടിട്ട് നമ്മൾ പോലില്ല. നമ്മുടെ നാട്ടില് ഉത്സവോത്സവം പോലെയോ ജൂൺ 5-ാം തീയതി പോലെയല്ല. നമ്മൾ 10 മരം നടും പിന്നെ തിരിഞ്ഞു നോക്കില്ല അവിടെ. ഇത് നിശബ്ദമായി നന്നായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്ന് എനിക്കറിയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാസന ചെയ്തുകൊണ്ട് പറയും, നിങ്ങൾ കുറച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കി തുടങ്ങണം, അത് ആവശ്യമാണെങ്കിൽ ഞാൻ നിങ്ങൾ സമരം ചെയ്യുമ്പോൾ തമ്മിൽ നടത്തുമ്പോൾ പറയാനല്ല. പക്ഷേ യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്നൊരു സംഘടനയായിട്ട് നമുക്ക് ഇതിനെ വളർത്തിയെടുക്കണം. എൻ്റെ വാക്കുകൾ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. Topic is very, very passionate for me. It's very close to my heart. And the speakers, thank you so much. I totally enjoyed. It was totally informative. So we all know. I just want to say what we heard. It was so impactful. It touched everybody's heart. I know each and every person here. All the Kalikas here and the men, a few men who are here, they must be really, really today, they must be having in their heart that we have to do something, right? So we all know it. But today, when we are full of energy and enthusiasm and that thought is there in our minds, I want each and every one of you that what are you doing? Don't get overwhelmed by that, oh my God, it's so crazy, I can't do anything. No. Let us do, because small droplets make an ocean. So what are you doing? Today I want each and every person of you, what are you doing? Are you buying that oil which is in that plastic bag? Which is in that plastic bottle? Or are you going to the place where they sell coconut oil and you go there with your steel box and reuse it? So don't keep that in your heart. The time you go and buy that plastic bag of oil, it should hurt your heart. Don't do that. I know it's convenient. Even if you have to drive 1 kilometer, 2 kilometers to that oil mill, go and get your coconut oil, go and get your gingery oil in your reusable box. Same way. There are so many small things which we can do. So let us all, it's the only one thing I am telling today. So let us all try to inculcate whatever we got today in this beautiful talk, in this beautiful afternoon, and I am sure all of us Kalikas will work towards it, and I am totally pumped up by this talk, and I am sure each one of you, and in our meetings in the future, we are going to find out what we did this month to reduce the plastic waste and to reduce the pollution. So let us keep this project in action, and let us take this energy from all these wonderful speakers. Thank you, Namaskar, and Vande विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय